കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ശ്രീ IM വിജയൻ. ഇന്ന് 39 വയസ്സായ സുനിൽ ഛേത്രിയാണ് നമ്മുടെ സ്റ്റാർ സ്ട്രൈക്കർ. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഹലോ ഗൈസ്, കാക്ക വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മഹാരാജാസിന്റെ ഗ്രൗണ്ടിലാണ്. അത് എറണാകുളത്ത് മഹാരാജാസിന്റെ ഗ്രൗണ്ട്. ഇതൊരു ചരിത്ര ഗ്രൗണ്ടാണ്. 1973 നമ്മൾ ഫസ്റ്റ് സന്തോഷ് ട്രോഫി അടിച്ച ഗ്രൗണ്ടാണിത്. ഈ പുൽനാമ്പുകളിൽ പുളകമണിപ്പിച്ച് തീ കോരുന്ന ഗോളുകളുമായി മണി എന്ന് പറയുന്ന മണി സാർ, നമ്മളെ സന്തോഷ് ട്രോഫി കേരള ക്യാപ്റ്റൻ, ആളിന്നില്ല. മണി സാറിന്റെ ഹാട്രിക്കിലാണ് നമ്മളന്ന് കപ്പടിച്ചത്. റെയിൽവേസുമായിട്ട് കളിച്ച് ഫസ്റ്റ് കപ്പ് സന്തോഷ് ട്രോഫി അടിച്ചത്. അതിന്റെ ഒരു സുവർണ ജൂബിലി 50ാം വാർഷികം ആഘോഷിക്കുകയാണ് ഇവിടെ. പ്രോഗ്രാം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും വായോ. ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളുമായി കളിക്കാനിറങ്ങിയ ഇന്ത്യൻ റെയിൽവേസിനെ 3-2 മാർജിനിൽ തോൽപ്പിച്ചാണ് ക്യാപ്റ്റൻ മണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ ചുണക്കുട്ടികൾ ചാമ്പ്യന്മാരായത്. മത്സരത്തിന്റെ 70ാം മിനിറ്റിലുമല്ല, ക്യാപ്റ്റൻ മണിയുടെ ഹാട്രിക് ഗോൾ കൂടി ആയിരുന്നു. ഒളിമ്പ്യൻ സൈമൺ സുന്ദർരാജ്, അദ്ദേഹത്തിന്റെ കോച്ചിങ് മികവും കേരള ടീമിലെ ഓരോ കളിക്കാരുടെയും മിന്നുന്ന പ്രകടനവുമെല്ലാം ഇന്നും ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായി പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. അതിന്റെ ഓർമ്മയാണ് നിങ്ങളുടെ ദേശത്തിന്റെ 2 ഭാഗത്തും ഈ സ്റ്റേറ്റിലിരിക്കുന്ന ഒളിമ്പ്യൻ സൈമൺ സുന്ദർരാജൻ സാറിനും അയവിറക്കാനുള്ളതെന്ന്. ഈ സുവർണ നേട്ടം കേരളത്തിന്റെ ഫുട്ബോൾ രംഗത്തെ വളർച്ചയിലേക്ക് ആദ്യ കാൽവയ്പായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന് കരുത്തരായ താരങ്ങളെ സംഭാവന ചെയ്യാൻ കേരളത്തിന് സാധിച്ചത് ഈ വിജയം നൽകിയ പ്രചോദനമാണ്. സന്തോഷ് ട്രോഫി മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞിട്ടുള്ള മലയാളികളായ എല്ലാ താരങ്ങളെയും അണിനിരത്തി സന്തോഷ് ട്രോഫിയിലെ ഈ സുവർണ നേട്ടം ആഘോഷിക്കുവാനും ഫുട്ബോൾ താരങ്ങളെ ആദരിക്കാനുമുള്ള ചടങ്ങ് ആതിഥ്യം വഹിക്കുന്നത് സന്തോഷ് ട്രോഫി താരങ്ങളുടെ സംഘടനയായ സന്തോഷ് ട്രോഫി ഫുട്ബോൾ പ്ലെയേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ശ്രീ IM വിജയൻ, അർജുന അവാർഡ് ജേതാവാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലെയേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ PP തോബിയാസ് എന്ന ഇന്ത്യൻ ഇന്റർനാഷണൽ താരത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കാരണം 1973 ആദ്യമായി കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിത്തന്ന നമ്മളുടെ അഭിമാന താരങ്ങളും കോച്ചുമാരായ നമ്മളെ ഒളിമ്പ്യൻ സൈമൺ സുന്ദർരാജ് സാറ്, ദേവസ്വകുട്ടി അദ്ദേഹം 2019 സെപ്റ്റംബറിലാണ് നമ്മുടെ സംഘടന രൂപീകൃതമായത്. നമ്മൾ ആദ്യം തന്നെ തീരുമാനമെടുത്തത് നമ്മളുടെ മുൻകാല കളിക്കാർ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രയത്നം, അവർക്ക് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങ് നൽകണം എന്നൊരു തീരുമാനമാണ് നമ്മൾ ആദ്യം എടുത്തത്. പരിക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കളിക്കാരുടെ അവസരം ഓരോ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ നമ്മളൊരു മുൻകൂട്ടി കണ്ട് അവർക്കുള്ള ഒരു സഹായം നമ്മൾ ആരംഭം കുറിക്കുകയുണ്ടായി. അതിപ്പോഴും തുടർന്നു പോവുകയാണ്. അതുപോലെ ഗവൺമെന്റായിട്ട് സഹകരിച്ച് കേരളത്തിൽ അങ്ങോളമുള്ള ഫുട്ബോൾ കളിക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ട കോച്ചിങ് ക്യാമ്പുകളും സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും ഇതുണ്ട്. ഇന്നത്തെ വിശിഷ്ടാതിഥി നമ്മളെ ഒളിമ്പ്യൻ സൈമൺ സുന്ദർരാജ് സാറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജന്മം കൊണ്ട് തമിഴ്നാട് ആണെങ്കിലും നമ്മളെ കർമ്മം കൊണ്ട് കേരളത്തിനായിരുന്നു അദ്ദേഹം കൂടുതൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ ജനങ്ങളും സാറിന്റെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്.
അദ്ദേഹം ഇവിടെ എത്താമെന്ന് ഒരു നിബന്ധനയും കൂടാണ്ട് ഇവിടെ എത്തും എന്ന് തീർച്ചപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാണ്. ഞാൻ വിചാരിച്ചു ശാരീരികമായിട്ടുള്ള ഒന്നുമില്ല, ഞാൻ ഇവിടെ എത്തും, എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കെടുത്തിട്ടേ പോകുള്ളൂ എന്ന് നമുക്കൊരു ആത്മവിശ്വാസവും ആ ഒരു പ്ലെയറിന്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പോലെ പറഞ്ഞ പോലെ അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പിന്നെ നമ്മളുടെ സീനിയർ സ്പോർട്സ് ജേർണലിസ്റ്റായ രവീന്ദ്രദാസ് ചേട്ടനാണ്. എല്ലാവർക്കും അറിയാം, നമ്മളെ ഫുട്ബോളിന്റെ ഓരോ അനക്കം തൊട്ട് ഓരോ പ്ലെയേഴ്സിന്റെ മൂവ്മെന്റ്സ് വരെയും കറക്റ്റായിട്ട് നിരീക്ഷിച്ചിട്ട് എഴുതാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശ്രീ യു ഷർഫലി നമ്മളുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്. കൂടാതെ നമ്മളുടെ സഹയാത്രികനാണ് നമ്മളുടെ പ്രിയങ്കരനായ IM വിജയൻ. നമ്മൾക്ക് എല്ലാവർക്കും പേര് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴും വിജയന്റെ റെക്കോർഡ് ഇപ്പോഴും വേദിച്ചിട്ടില്ല. നമ്മളുടെ അംബാസഡർ കൂടിയാണ്. അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ മുൻ KFA പ്രസിഡന്റ് KM മേത്ര സാർ ഉണ്ട്. പിന്നെ നമ്മളുടെ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മളുടെ 73 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരെ നമ്മളുടെ പ്രിയപ്പെട്ട അഭിമാന ഫുട്ബോൾ താരങ്ങളാണ്. അവരെ നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് അതിന് എത്രയോ പറഞ്ഞാൽ അതിശയോക്തിയില്ല. അത്രത്തോളം അവരുടെ പ്രയത്നവും അവരുടെ കൂട്ടായ പരിശ്രമവും കൊണ്ടാണ് ഈ കേരളത്തിന് ഒരു ഫുട്ബോളിലൊരു മേൽവിലാസം ഉണ്ടാക്കാൻ തുടക്കത്തിൽ നമുക്ക് സാധിച്ചത്. അതെന്നും ആ പേര് എന്നും ആ തങ്കലിപികളിൽ തന്നെ എന്നും ഉണ്ടാകും എന്ന് നമുക്ക് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട അഭിമാന താരങ്ങളെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അവരുടെ പേര് വിവരങ്ങൾ ഞാൻ വായിക്കുന്നതാണ്. ശ്രീ വിക്ടർ മഞ്ഞില, അദ്ദേഹമാണ് അന്നത്തെ ഗോൾ കീപ്പർ. അതുപോലെ KP സേതുമാധവൻ അദ്ദേഹമുണ്ട്, അദ്ദേഹം ഗോൾ കീപ്പറാണ്. G രവീന്ദ്രൻ നായർ നമ്മളെ തേർഡ് ഗോൾ കീപ്പറായിരുന്നു സന്തോഷ് ട്രോഫിയുടെ. N ബാബു നായർ, ശ്രീ NK ഇട്ടി മാത്യു, KP രത്നാകരൻ, അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ കാജൽ ഇവിടെ എത്തിയിട്ടുണ്ട്, മകനും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ KV ഉസ്മാൻ കോയ, അദ്ദേഹത്തിന്റെ ആരും ഇവിടെ എത്തിയിട്ടില്ല, അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. പിന്നെ നമ്മളുടെ D ദേവാനന്ദൻ, ശ്യാമ ദേവാനന്ദൻ, അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ശ്രീമാൻ CC ജേക്കബ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ജോൺ J ജോണ്, അദ്ദേഹം നമ്മളൊപ്പില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ജോസ്ലിൻ ജോണ് നിങ്ങളുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. MO ജോസ്, അദ്ദേഹം ഇന്നില്ല. അതുപോലെ നമ്മൾ മിത്രൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ മിത്രൻ, ശ്രീ PB പ്രസന്നൻ, ശ്രീ ചേക്കു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഇല്ല. പിന്നെ നമ്മളുടെ അന്നത്തെ വൈസ് ക്യാപ്റ്റൻ PA ജാഫറിയുടെ മകൻ സൈജു ഇവിടെയുണ്ട്. ജാഫറിക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അസുഖം മൂലം വരാൻ പറ്റിയില്ല. ശ്രീ അബ്ദുൾ ഹമീദ്, പിന്നെ കലൈ പെരുമാള് ഇവിടെ എത്തിയിട്ടില്ല. P പൗലോസ് നമ്മളെ, ശ്രീ ബ്ലാസി ജോർജ്, ശ്രീ A നജ്മുദ്ദീൻ, ശ്രീ KP വില്യംസ്, പിന്നെ സന്തോഷ് ട്രോഫി ഹാട്രിക് നേടിയ നമ്മളെ TKS മണി ആണ് ക്യാപ്റ്റൻ, അദ്ദേഹം നമ്മളൊപ്പം ഇല്ല. പിന്നെ നമ്മള് സേവിയർ പയസ്, അദ്ദേഹത്തിന്റെ മകള് ആൽറ്റിയ മരിയ പയസ് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മളിലോട്ട് പോയ TA ടൈറ്റസ് കുര്യൻ, അദ്ദേഹത്തിന്റെ മകള് ബെന്നി ടൈറ്റസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ വൈസ് അസിസ്റ്റന്റ് കോച്ച് ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന് ശാരീരിക അവസ്ഥകൾ കൊണ്ടെത്തിയിട്ടില്ല. AB ദേവസ്കുട്ടി, അദ്ദേഹത്തിന്റെ മിസ്സസ് ഇവിടെ വന്നിട്ടുണ്ട്. ബെറ്റി ചെയ്യുന്നു. പിന്നെ PP പൗലോസ് മാനേജർ എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയതാണ്. ML ജോർജ്, അവരുടെ മകളും മരുവാരി കുട്ടിയും എത്തിയിട്ടുണ്ട്. ആശ ജിജി.
അത് കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് പരിപാടി എടുത്ത് അത്യാവശ്യം കളിയും കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത ദൃശ്യ മാധ്യമങ്ങൾക്കും അതുപോലെ നമ്മളുടെ നല്ലവരായ ഫുട്ബോൾ പ്ലേയേഴ്സ്, അതുപോലെ നമ്മളിവിടെ കളിച്ചിരുന്ന എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഒറ്റ വാക്കിൽ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. President of the students, the Football Players Association and office bearers of the association, I'm very grateful and thanks to the association people for inviting me and other players for this fine function. So I have played football, I coached the players to play better football. I never stand in front of the mic in my life. So I hate this because I am not a politician, I am a sportsman. So I am poor in this subject. So those who are here, I am very happy, and also the success of the teams depends on the public of that particular place where the tournament is conducted. The Kerala people, they have given a very good support to our players, and my hearty thanks to all the people who are behind my football team. Same way, the players who played on the particular day, I have to thank them because they have given me a better or prospects or something like that. The players always grateful to the publics, grateful to the coach who supported behind these players. But unfortunately, the players who played football, but they are not getting any support from the either association or any other public organization. Because so, once again I thanks to all the players who helped me, and also go and enjoy yourself. Thank you for all the visitors who have come here. Thank you for all the supporters who have come here. Thank you, sir. Very happy. നമ്മൾ 73 താരങ്ങൾ, അതിനുശേഷവും നമുക്ക് കപ്പ് നേടിത്തന്നു അല്ലാതെയുള്ള താരങ്ങൾ, എല്ലാവരും ഈ സംഗമം, എല്ലാവരും സംബന്ധിക്കുന്ന ഈ സംഗമം നമുക്കെന്നും ഒരു പ്രിയപ്പെട്ട ഓർമ്മയെ തിരിച്ചു കൊണ്ടുവരികയാണ്. 1973 ഡിസംബർ 27 ഈ മഹാരാജാസ് ഗ്രൗണ്ടിൽ നമ്മൾ കപ്പ് നേടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഫുട്ബോൾ എങ്ങോട്ട് പോകുന്നു നിങ്ങൾ നമ്മൾ ചിന്തിക്കണം. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ എന്നും കേരളത്തിന് അതേ ഓർമ്മിപ്പോൾ ഞാൻ പറയുകയാണ്, കേരളത്തിൻ്റെ എന്നും തിളക്കമുള്ള ഓർമ്മ അല്ലെങ്കിൽ ഏറ്റവും ഉജ്ജ്വലമായ സ്മരണിക നമ്മുടെ കായിക രംഗത്തെ. നമുക്കതിനുശേഷം കായിക രംഗത്ത് ചില നേട്ടങ്ങൾ മറ്റിനങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ഉഷയുടെയും TC യോഗന്നാൻ്റെയും ഒക്കെ ഉൾപ്പെടെ, അഞ്ചു ഗോപി ജോർജിൻ്റെ ഉൾപ്പെടെയൊക്കെ. പക്ഷേ കേരളത്തിൻ്റെ ഫുട്ബോളിൽ മാത്രമല്ല കായിക രംഗത്തിൻ്റെ എല്ലാ കുതിപ്പുകളും തുടങ്ങുന്നത് നമുക്ക് ശരിക്കും 73 ഈ സന്തോഷ് ട്രോഫി വിജയത്തിൽ നിന്നാണ്. നമുക്കൊരു ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാണ് അന്ന് നമുക്ക് സമ്മാനിച്ചത്. അന്ന് തമിഴ്നാട്ടുകാരനായ കുമരേശൻ നാടാർ ഇവിടെ സ്ഥാപിച്ച ചൂളമര ഗാലറിയിലിരുന്ന് കളി കണ്ട 54,000 പേര് അല്ലെങ്കിൽ 50,000 പേരുടെ 1,00,000 പേരുള്ള കവിയുന്ന ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കും ആവേശങ്ങൾക്കും നടുവിലാണ് സൈമൺ സാർ പരിശീലിപ്പിച്ച ആ ടീം നമുക്ക് കപ്പുയർത്തിയത്. അതുവരെ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് നമ്മൾ ആദ്യം കപ്പ് നേടിയ ആ ടീം എത്രമാത്രം അഗ്നിപരീക്ഷകൾ അതിജീവിച്ചാണ് ഈ കപ്പ് നേടിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രമാത്രം കടമ്പകൾ കടന്നാണ് കളി തുടങ്ങിയപ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കളി തുടങ്ങിയപ്പോൾ അന്ന് കളി കണ്ടവർക്കെല്ലാം ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അവരെത്ര അങ്ങനെ അന്ന് എല്ലാ കളികളും കണ്ട് എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, അന്ന് ഈ കളി തുടങ്ങി നമ്മൾ ആദ്യം ഡൽഹിയോട് സമനില പാലിക്കുന്നു, പിന്നെ നമ്മൾ മണിപ്പൂരിനെ തോൽപ്പിക്കുന്നു, ആന്ധ്രാപ്രദേശിനെ തോൽപ്പിക്കുന്നു, കർണാടകയെ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിക്കുന്നു, പിന്നെ സെമിയിൽ മഹാരാഷ്ട്ര, അങ്ങനെയാണ് നമ്മൾ ഫൈനലിലേക്ക് വരുന്നത്. ഈ വരുന്ന എല്ലാ വഴികളിലും നമുക്ക് നിരന്തരം തടസ്സങ്ങളുണ്ടായിരുന്നു, വലിയ അഗ്നിപരീക്ഷകളുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾ വലതു വിങ്ങിൽ കളിച്ചിരുന്ന ബ്ലാസി ജോർജ്, പിന്നെ ഡോക്ടർ ബഷീർ, അങ്ങനെ പലർക്കും പരിക്കേറ്റുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഗോളിമാർ 2 പേർ പരിക്കേറ്റ് പോകുന്നു. അങ്ങനെ വൈതരണികളുടെ ഒരു വലിയ പടവുകൾ കയറിക്കൊണ്ടാണ് അപ്പോഴാണ് ഒരു നിയോഗം പോലെ രവീന്ദ്രൻ നായർ നമ്മുടെ ഗോളിയാകുന്നത്. ആ ദൗത്യം അദ്ദേഹം നിർവഹിക്കുന്നത്. അതുപോലെ ബ്ലാസി ജോർജിന് പകരം വന്ന നജ്മുദ്ദീൻ. അങ്ങനെ അന്ന് അവരെല്ലാം വാർത്തെടുത്ത ആ കരങ്ങൾ അത് സൈമൺ സാറിൻ്റെതാണ്. അത് പറയുമ്പോൾ നമ്മൾ
അവഗണിക്കാനാവാത്തൊരു കാര്യം, നമ്മളുടെ ഫുട്ബോള് 1973 സന്തോഷ് ട്രോഫിക്ക് അടിസ്ഥാനവും അതിൻ്റെ നിദാനവും അതിനുള്ള ആകാശവും ഭൂമിയും എല്ലാം പണിതത് ശരിക്കും FAC ടീം പ്രീമിയേറ്റേഴ്സുമാണ്. ആ 2 ക്ലബ്ബുകളുടെ സംഭാവനയാണ്. ആ ക്ലബ് നമ്മൾ ആലോചിക്കണം, AG's ഓഫീസിൽ ഉണ്ടായിരുന്ന സൈമൺ സാറിനെ FAC ടിയിലേക്ക് കൊണ്ടുവന്ന അന്നത്തെ MD ആയിരുന്ന MKK നായരാണ്. അദ്ദേഹം പരിശീലിപ്പിച്ച കുട്ടികളാണ്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ കഴിവുകളാണ്, പ്രതിഭകളാണ് നമുക്ക് 73 സന്തോഷ് ട്രോഫി നേടിത്തന്ന. ഓരോ കളിക്കാരനെയും അവൻ്റെ കഴിവനുസരിച്ച് ഉപയോഗിക്കുകയും അത് വ്യക്തിപരമായ കളിക്കാരുടെ വൈശിഷ്ട്യങ്ങൾ അതിലേക്ക് ഉണർത്തുകയും ടീം ഗെയിമിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്ത സൈമൺ സാറാണ്. അപ്പോൾ അങ്ങനെ ഓരോ കളിക്കാരനും വേണ്ട ഉപദേശങ്ങളും നൽകി. ഞാനത് ഒന്ന് ആലോചിക്കുന്നതാണ്, കാരണം അന്ന് അതിന് തൊട്ടു മുമ്പെടുത്ത സന്തോഷ് ട്രോഫിയിലെ ടോപ്പ് സ്കോററായിരുന്ന NJ ജോസ് ഈ 73 സന്തോഷ് ട്രോഫി കളിക്കുമ്പോൾ ആ ടീമിലുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അന്ന് നടന്ന കോച്ചിങ് ക്യാമ്പിൽ അന്ന് സമയത്ത് ഹാജരാകാതെ അല്ലെങ്കിൽ സമയത്ത് കോച്ചിങ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്താണ്ടിരുന്ന ആളെ സൈമൺ സാർ അന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അവർ പക്ഷെ അന്ന് വലിയ വിവാദം ഉണ്ടാക്കി. പക്ഷേ സൈമൺ സാറിന് ഉറപ്പുണ്ടായിരുന്നു അതങ്ങനെ, കാരണം അദ്ദേഹം കർക്കശക്കാരനായിരുന്നു, അതേസമയത്ത് അച്ചടക്കമുണ്ടായിരുന്നു. ആ കളിക്കാരെ പ്രതിതുല്യമായ വാത്സല്യത്തോടെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. പക്ഷേ എല്ലാ കളിക്കാരുടെയും കഴിവുകൾ കണ്ടെത്തി അതിന് ഓരോ മത്സരത്തിലേക്ക് തേച്ചു വിളിക്കുകയായിരുന്നു. നമ്മൾ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അന്ന് ഈ ഗ്രൗണ്ടിൽ കളിച്ച അന്നുള്ള എല്ലാ മത്സരങ്ങളും കണ്ടയാളാണ് ഞാൻ. പത്രക്കാരനായിട്ടല്ല, അല്ലാതെ എല്ലാ മത്സരങ്ങളും കണ്ടയാളാണ്. പക്ഷെ അന്ന് ഈ ഗ്രൗണ്ടിൽ സെമിഫൈനൽ വരെ കളിച്ചതിൽ ഏറ്റവും മികച്ച ടീം എന്നെല്ലാവരും കൈകൊട്ടി സംബന്ധിച്ച് ബംഗാളാണ്. സുഭാഷ് ഭൗമിക്കും സൂർജിത് സെൻഗുപ്തയും അക്ബർ സഹോദരന്മാരും മുഹമ്മദ് അക്ബറും ഹബീബ് അക്ബർ സഹോദരന്മാരും ഗൗതം സർക്കാരും എല്ലാം ഉൾപ്പെട്ട ആ ടീമായിരുന്നു അന്ന്. അതിൻ്റെ ശരിക്കും റെയിൽവേ അന്ന് ബംഗാളികൾ കൂടുതൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ബംഗാളിന് പ്രാതിനിധ്യമുള്ള റെയിൽവേ അവരെ സെമിഫൈനലിൽ തോൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ പാടില്ലാത്ത ഉയരത്തിലേക്കാണ് അന്ന് സൈമൺ സാർ ഈ ടീമിനെ എത്തിച്ചത്. അതിനുശേഷം നമ്മൾക്ക് 14 ഫൈനലിൽ കൂടെ കളിക്കുകയും 6 തവണ കൂടെ നമ്മൾ കപ്പ് നേടുകയും ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ഈ മഹാരാജാസ് ഗ്രൗണ്ടിനെ കുറിച്ചും കൂടി പറയാനുണ്ട്. ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ 3ാമത്തെ ട്രോഫി നേടിയത്. 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കോയമ്പത്തൂരിലെ VP സത്യന്റെ കപ്പ്, നമ്മുടെ മണ്ണിന്റെ മണവും നിറവും ഗുണവും രുചിയും എല്ലാം ഉള്ള ഏക ചാമ്പ്യൻഷിപ്പാണ് സന്തോഷ് ട്രോഫി. അത് മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത കപ്പുമാണ്. എന്നും മലയാളി ചേർത്ത് പിടിക്കുന്ന കപ്പുമാണ്. സ്നേഹം പങ്കുവയ്ക്കാൻ കിട്ടിയ അവസരത്തിൽ ഒത്തുകൂടാനുള്ള ഒരു സന്ദർഭമായി ഇത് കണക്കാക്കി നമ്മളെല്ലാവരും ആദരിക്കൽ ചടങ്ങിലേക്ക് ആണ് കടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ പാർലമെന്റ് ഹൈബി ഈഡൻ അവർകളാണ് ആദ്യം ആദരവ് സമർപ്പിക്കുന്നത്. ആദരവ് അന്ന് കളിച്ച ജേഴ്സി മെമന്റോയും ഒരു ക്യാഷ് അവാർഡുമാണ് പാരിതോഷികമായി അന്നത്തെ കളിക്കാർക്ക്. ഇന്ത്യയിലെ തന്നെ മലയാളികളായ എല്ലാ ഫുട്ബോൾ താരങ്ങളും ഉൾപ്പെടുന്ന ഈ സംഘടന നൽകുന്നത്. ആദ്യമായി അതിലേക്കായി നമ്മുടെ പ്രിയങ്കരനായ കോച്ച് ഒളിമ്പ്യൻ സൈമൺ സുന്ദർരാജ് സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്വദേശിയാണ് ഇദ്ദേഹം. 1956 മെൽബോൺ ഒളിമ്പിക്സിലും 1960 റോം ഒളിമ്പിക്സിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച താരം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ 73-ൽ കേരള ടീമിന്റെ ചീഫ് കോച്ച്. പിന്നീട് 74-ലും 82-ലും കേരള ടീമിന്റെ ചീഫ് കോച്ചായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ, AG's ഓഫീസ്, FAC എന്നീ ടീമുകളെ പ്രതിനിധീകരിച്ച് ക്ലബ് ഫുട്ബോളിന് വേണ്ടി ബൂട്ടണിഞ്ഞ താരം കൂടിയാണ് ഒളിമ്പ്യൻ സൈമൺ സുന്ദർരാജ്. മനില ഇന്ത്യയുടെ അന്തർദേശീയ താരം, തൃശൂർ സ്വദേശി. നിരവധി തവണ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. പറക്കൻ ഗോൾ കീപ്പർ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം എറണാകുളം പ്രീമിയർ പ്ലെയേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു. 6 തവണ സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ചായി ഔദ്യോഗിക ജീവിതം നയിച്ചിട്ടുള്ള ഇദ്ദേഹം കേരള ടീമിന്റെ സന്തോഷ് ട്രോഫി കോച്ചായും ക്യാപ്റ്റനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ KP സേതുമാധവൻ, ഇന്ത്യൻ ഇന്റർനാഷണൽ ഗോൾ കീപ്പർ.
കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹം ഇന്ത്യൻ സീനിയർ ടീമിലും ജൂനിയർ ടീമിനെയും നിരവധി തവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അസാമാന്യ ഡൈവിംഗ് പാടവം പ്രദർശിപ്പിച്ചിരുന്ന ഇദ്ദേഹം പ്രീമിയർ ടയേഴ്സിന്റെ ചീഫ് ഗോൾ കീപ്പറായിരുന്നു. 5 തവണ സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കേരള ഫുട്ബോളിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു നാമമാണ് ശ്രീ ജി രവീന്ദ്രൻ നായർ. പക്ഷേ ഈ ഗ്രൗണ്ടിൽ സന്തോഷ് ട്രോഫിയുടെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബാള് സ്വന്തം നെഞ്ചോട് ചേർത്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗോൾ കീപ്പർ. KCBയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച അദ്ദേഹം ഇന്ത്യൻ ടീമിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയും റഷ്യയുമായുള്ള മത്സരത്തിലാണ് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. സന്തോഷ് ട്രോഫിയിലും ജൂനിയർ നാഷണലും കേരളത്തെ പ്രതിനിധീകരിച്ച താരം കൂടിയാണ് ശ്രീ ജി രവീന്ദ്രൻ നായർ. ശ്രീ എ.ടി. മാത്യു ഇദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു പ്രത്യേകതയുണ്ട്. 1973 സന്തോഷ് ട്രോഫി, ജൂനിയർ നാഷണൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അന്തർദേശീയ യൂണിവേഴ്സിറ്റി കിരീടം, ഇതിൽ 3ലും അംഗം. ഇന്ത്യൻ സീനിയർ ടീമിന്റെയും ജൂനിയർ ടീമിന്റെയും നിരവധി തവണ പ്രതിനിധീകരിച്ചിട്ടുള്ള അംഗമാണ് ശ്രീ ബി ദേവാനന്ദ്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി 2 തവണയും മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി 4 തവണയും കളിച്ചിട്ടുള്ള ഇദ്ദേഹം മുംബൈ ടാറ്റാസിന്റെ പ്രധാന കളിക്കാരനായിരുന്നു. ജൂനിയർ നാഷണൽ വിൻ ചെയ്ത കേരള ടീമിന്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വിൻ ചെയ്തപ്പോൾ ടീമിലെയും അംഗം. അടുത്തതായി ശ്രീ CC ജേക്കബ്, ഇന്ത്യൻ ഇന്റർനാഷണൽ, എറണാകുളം സ്വദേശി, അസിസ്റ്റന്റ് കമാൻഡർ സെൻട്രൽ എക്സൈസ് ആയി വിരമിച്ച അദ്ദേഹം ഇന്ത്യൻ ടീമിനെ നിരവധി തവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 74, 78 അദ്ദേഹം ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചു. 76 ജീവരാജ അവാർഡ് ലഭിച്ചു ഫോർ ബെസ്റ്റ് ഫുട്ബോളർ. 77 ബെസ്റ്റ് സ്പോർട്സ്മാൻ ഓഫ് കേരള അവാർഡ് കേരള സ്പോർട്സ് ജേർണലിസ്റ്റ് അസോസിയേഷൻ അദ്ദേഹത്തെ നൽകി ആദരിച്ചു. ശ്രീ M. മിത്രൻ, കണ്ണൂർ സ്പിരിറ്റഡ് യൂത്ത്സിന്റെ താരം, തുടർച്ചയായി 5 തവണ സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഇദ്ദേഹം പ്രീമിയർ ടയേഴ്സിന്റെ പ്രഗത്ഭ ഡിഫൻഡർമാരിൽ ഒരാളായിരുന്നു. 71 പെൻറ്റാങ്കുലർ നാഷണലിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ P.T. പ്രസിഡന്റ്, സന്തോഷ് ട്രോഫിയിൽ 8 തവണ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഇദ്ദേഹം പാറ്റ്ന സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. ഏകദേശം 14 വർഷത്തോളം പ്രീമിയർ ടയേഴ്സിന്റെ പ്രതിരോധ പഠൻ. ഇദ്ദേഹം നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞു. ഇന്ത്യൻ സ്കൂൾസ് ഫുട്ബോൾ ടീമിന്റെ അംഗമായിരുന്നു. ശ്രീ P. പൗലോസ്, എറണാകുളം സ്വദേശി, സന്തോഷ് ട്രോഫിയിൽ 8 തവണ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. ആദ്യമായി ജൂനിയർ നാഷണൽ വിൻ ചെയ്ത കേരള ടീം അംഗം കൂടിയായിരുന്നു ശ്രീ P. പൗലോസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെയും പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ KFAയുടെ വൈസ് പ്രസിഡന്റാണ്. പ്രീമിയർ ടയേഴ്സിന് വേണ്ടിയാണ് ക്ലബ് ഫുട്ബോൾ കളിച്ചത്. P. അബ്ദുൽ ഹമീദ്, സന്തോഷ് ട്രോഫിയിൽ 5 തവണ കേരള ടീമിനെ പ്രതിനിധീകരിച്ച ഇദ്ദേഹം 1978 കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീം ക്യാപ്റ്റനായിരുന്നു. ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ടീമിനെതിരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 1972 ജൂനിയർ സ്റ്റേറ്റ് വിൻ ചെയ്ത കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു ശ്രീ P. അബ്ദുൽ ഹമീദ്. ശ്രീ V. ബ്ലാസി ജോർജ്, മിഡ്ഫീൽഡർ, എറണാകുളം, സന്തോഷ് ട്രോഫിയിൽ 3 തവണ കേരള ടീം അംഗം. 1972 ആദ്യമായി ജൂനിയർ നാഷണൽ വിൻ ചെയ്ത ടീമിലും അംഗമായിരുന്നു. പ്രീമിയർ ടയേഴ്സിന്റെ വിശ്വസ്തനായ മിഡ്ഫീൽഡർ ആയിട്ടാണ് ക്ലബ് ഫുട്ബോളിൽ അറിയപ്പെട്ടിരുന്നത്. ശ്രീ V. ബ്ലാസി ജോർജ്. ബ്ലാസി ജോർജ് ആണ് അവാർഡ് സ്വീകരിക്കുന്നത്. നമ്മുടെ ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിൽ എത്തിയിട്ടുള്ള ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറമിന്റെ ശ്രീ ഹൈദർ അലിയും ഒപ്പം ഷൗക്കത്ത് അലിയും ഇവരിലാണ് അവാർഡ് നൽകുന്നത്. ശ്രീ A. നജ്മുദ്ദീൻ, ഇന്നും നിത്യ യൗവനം കൊണ്ട് നമ്മളെയൊക്കെ കീഴടക്കുന്ന ഒരു താരം കൂടിയാണ് നജ്മുദ്ദീൻ അവർകൾ. ഇന്നും ഒരുപക്ഷെ ഈ ഫുട്ബോൾ ഫീൽഡിൽ നിറഞ്ഞു കളിക്കാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ്. സന്തോഷ് ട്രോഫിയിൽ 10 തവണ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഇദ്ദേഹം സന്തോഷ് ട്രോഫിയിൽ 78 കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. ഇന്ത്യൻ സീനിയർ ജൂനിയർ ടീം അംഗമായിരുന്നു. ജൂനിയർ നാഷണൽ വിൻ ചെയ്ത കേരള ടീമിന്റെ സ്റ്റാർ ഫോർവേഡ് ആയിരുന്നു ശ്രീ നജ്മുദ്ദീൻ. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഹാഫ് ബാക്കുകളിൽ ഒരാളാണ് ശ്രീ K.P. വില്യംസ്. K.P. വില്യംസ് എറണാകുളംകാരനാണ്. പ്രീമിയർ ടയേഴ്സിന്റെ താരം. പക്ഷേ എനിക്ക് തോന്നുന്നു ജാഫറും വില്യംസും മധ്യനിരയിൽ കളിക്കുമ്പോൾ എല്ലാ ടീമിനും അതൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു.
ശ്രീ MR ജോസഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ അവാർഡ് സ്വീകരിക്കുന്നു. അടുത്തതായി ശ്രീ MI മുഹമ്മദ് ബഷീർ, ഡോക്ടർ മുഹമ്മദ് ബഷീറിന് വേണ്ടി കൊച്ചുമക്കളായ അയാഷും ഇഷാനും എത്തിച്ചേരുന്നു. സന്തോഷ് ട്രോഫിയിൽ 8 തവണ കേരളത്തിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കൊറിയക്കെതിരെയും ഹോങ്കോങ്ങിനെതിരെയും ഇന്ത്യൻ സീനിയർ ടീമിന്റെ ജേഴ്സി അണിഞ്ഞു. കുവൈറ്റിലും ബാങ്കോക്കിലും ഏഷ്യൻ യൂറോപ്പ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. 72-ൽ ജൂനിയർ നാഷണൽ വിൻ ചെയ്ത ടീമിൽ അംഗമായിരുന്നു. ജീവിതത്തിന്റെ ഗോൾഡ് മെഡൽ ജേതാവ് കൂടിയാണ് ഡോക്ടർ MI മുഹമ്മദ് ബഷീർ. ശ്രീ A സേവ്യർ പയസ്, എറണാകുളം, റെപ്രസെന്റഡ് ഇന്ത്യ. നിരവധി തവണ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഇന്ത്യയുടെ തിളങ്ങിയ ഫോർവേഡ് ശ്രീ IM വിജയൻ വിതരണം ചെയ്യും. ശ്രീ IM വിജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായ ശ്രീ IM വിജയൻ. ശ്രീ A സേവ്യർ പയസ് സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനും ബംഗാളിനും വേണ്ടി പലതവണ കളിച്ചിട്ടുണ്ട്. പ്രീമേറ്റേഴ്സിന്റെ പടക്കുതിരയായ സേവ്യർ പയസ് ഇന്ത്യയിലെ പ്രമുഖ ക്ലബ്ബുകളായ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻസ് തുടങ്ങിയ വൻകിട ക്ലബ് ടീമുകളുടെ നിറസാന്നിധ്യം ആയിരുന്നു. ടൈറ്റസ് കുര്യൻ, അദ്ദേഹത്തിന്റെ മകൾ ബിനി ടൈറ്റസ് ആണ് എത്തിച്ചേരുന്നത്. കൊച്ചുമകൾ എത്തിച്ചേരുന്നു. സന്തോഷ് ട്രോഫിയിൽ 3 തവണ കേരളത്തിൽ അംഗമായിരുന്നു. ജൂനിയർ നാഷണൽ കേരള ടീമിലും അംഗമായിരുന്നു. 1955-ൽ കേരള സന്തോഷ് ട്രോഫി ടീം അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനും പിതാവും കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച ഖ്യാതിയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. KSRTC ടീമിന്റെ അതുല്യനായ ഫോർവേഡ് കൂടിയായിരുന്നു ശ്രീമാൻ ടൈറ്റസ് കുര്യൻ. ഹരിദാസ് അവരുകളെ ക്ഷണിക്കുന്നു. അദ്ദേഹം കണ്ണൂർക്കാരനാണ് ജന്മം കൊണ്ട്. പക്ഷേ നമുക്കെല്ലാം അറിയപ്പെടുന്ന അദ്ദേഹം അലിന്ദ് കുണ്ടറ അതിന്റെ ജീവദാടിയായിട്ടാണ്. ശ്രീ ഹരിദാസ്, അദ്ദേഹമാണ് ഡോക്ടർ രാജഗോപാൽ സിവിൽ സർജൻ, റിട്ടയർഡ്, 88 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഇപ്പോൾ 1961-ൽ ഇന്ത്യൻ ടീമിന്റെ അംഗമായിരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും മുതിർന്ന സന്തോഷ് ട്രോഫി താരം. സന്തോഷ് ട്രോഫിയിൽ 5 തവണ കേരളത്തിന് വേണ്ടി ബൂട്ടണിഞ്ഞു. 61-ൽ സന്തോഷ് ട്രോഫി ക്യാപ്റ്റനായിരുന്നു. സദേൺ പെൻഡാങ്കുലർ 5 തവണ കേരളത്തെ പ്രതിനിധീകരിച്ചു. അവിടെ കളിയുണ്ടോ ഇപ്പൊ പിള്ളേര്? സന്തോഷ് ട്രോഫി പ്രമുഖ പ്ലേയേഴ്സുകൾ ഇപ്പം മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അവരെല്ലാം ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. ഉടനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജേഴ്സി ഒന്നുമില്ല, ഒരു സൗഹൃദ, ഒരു ഫ്രണ്ട്ലി മാച്ച് കളി ഇവിടെ ഡയറക്റ്റ് കളിയാണ്. അപ്പൊ അന്ന് നമ്മൾ ഇവിടുത്തെ എങ്ങനെയായിരുന്നു നമ്മളെ ഈ സ്റ്റേഡിയങ്ങളൊക്കെ താൽക്കാലിക ഗാലറിയാണ്. ഈ സംവിധാനങ്ങളൊന്നും ഇല്ല. നമ്മള് മറ്റേ സെവൻസ് ഒക്കെ കാണുന്ന അത് താൽക്കാലിക ചൂളമരവും മുളയും കൊണ്ട് കെട്ടിയ മലപ്പുറത്തെ കാണുന്ന പുല്ലൊന്നുമില്ല. പുൽമൈതാനാണ്, നല്ല പുൽമൈതാനം. ടിക്കറ്റ് ഉണ്ടായിരുന്നു അതോ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാം? അല്ല, അന്നത്തെ കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം കേരളത്തിന്റെ ഈ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഒരു സന്തോഷ് ട്രോഫി ഒരു ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷ വ്യക്തിച്ചുകൊണ്ട് വരുന്നത്. നമ്മളതിന് മുമ്പ് 1960-ലാണ് നമ്മളെ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ളൂ. സന്തോഷ് ട്രോഫി 1941-ലാണ് തുടങ്ങുന്നത്. 60 സെമി ഫൈനലിലെത്തി. പിന്നെ നമ്മൾ 73-ലാണ് വരുന്നത്. അപ്പോഴും അന്ന് ബംഗാള്, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങിയ പഞ്ചാബ് എല്ലാം അന്നത്തെ വമ്പൻ ടീമുകളാണ്. അപ്പൊ നമ്മള് ജയിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സൈമൺ സാറിന്റെ കോച്ചിങ്ങും മണിയുടെ നേതൃത്വത്തിലുള്ള ഈ കളിസംഘവും ഉൾപ്പെട്ട അത് അവരുടെ ഒരു വലിയ പ്രയത്നമുണ്ട്. അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ തിരിച്ചടികളൊക്കെ നേരിട്ട് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയത്. അങ്ങനെ കളിക്കാരെല്ലാം മാറേണ്ടി. ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഈ കളിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് പ്രീമേറ്റേഴ്സ് FACTയുടെയും കളിക്കാര് ആ ക്ലബ്ബുകള്
കളിക്കാരിലൂടെ നമ്മൾ നേടിയെടുത്ത വിജയമാണ്. കാരണം അപ്പൊ അതിനകത്ത് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമിൽ നിന്നാണ് നമ്മൾ അതിന് ഭൂരിപക്ഷം കളിക്കാരെ എടുത്തത്. അപ്പൊ ആ സെലക്ഷനിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വന്നത്, ഈ സന്തോഷ് ട്രോഫി വിജയത്തിലേക്കുള്ള ടീം വന്നത്. അതിന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ടീം നമ്മൾ വിജയിച്ച് അന്ന് തന്നെ ബംഗാളായിരുന്നു ഏറ്റവും നല്ല ടീം. ഇവിടെ റെയിൽവേയും ബംഗാളും ഒക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് സാധ്യതയുള്ളൂ. പക്ഷെ ഓരോ കളി കഴിയുന്നതോറും നമ്മൾ വളരെ വളരെ ബെറ്ററായി, അങ്ങേറ്റം ബെറ്ററായി. അങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടാണ് അവസാനം ഈ നമ്മൾ വളരെ വിസ്മയകരമായ, അതും ഏറ്റവും നല്ല ഫൈറ്റ് ആയിരുന്നു. റെയിൽവേ 2 ഗോൾ തിരിച്ചടിച്ചു. അല്ല 3-2 നമ്മൾ ജയിക്കണേ. 2-2 വരെ നിന്ന് 2-2 വരെ നിന്നാണ്. അങ്ങനെ 2-1 നിന്ന് പിന്നെ 3-1 പിന്നെ അങ്ങനെ അടിക്കുക. ഹാട്രിക് അടിച്ചു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 97 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്ലബ്ബുകളെല്ലാം പോയിട്ട് പിന്നെ വരുന്ന ക്ലബ്ബാണ് ഈ FC കൊച്ചി എന്ന് പറയുന്നത്, കൊച്ചി ആസ്ഥാനമായിട്ട്. അവര് ഡ്യൂറാൻ കപ്പ് നേടി. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് സന്തോഷം നേടാൻ പറ്റിയിട്ടില്ല. 93 ഇവിടെ വെച്ചല്ലേ. പക്ഷെ അതായത് ഇവിടെ 73 ട്രോഫി നേടിയ ടീമിലെ വൈസ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ, വൈസ് ക്യാപ്റ്റനും മിഡ്ഫീൽഡറുമാണ് ടി.എ. ജാഫർ. ഇപ്പൊ ആശുപത്രി കിടക്കുവാണ് ഗുരുതരമായിട്ട്. പുള്ളിയാണ് 92-ലും 93-ലും കോച്ചായിരുന്നു. അപ്പൊ ആ നിലയിൽ പുള്ളി 2 വിജയം നേടിയിട്ടുണ്ട് കോച്ച് എന്നുള്ള നിലയിൽ. പിന്നെ നമ്മൾ നേടുന്ന 2001 ബോംബെയിലും 2004 ഡൽഹിയിലുമാണ്. അന്ന് കോച്ച് M. പീതാംബരൻ എന്ന് പറയും, 2 പ്രാവശ്യം. പിന്നെ അത് കഴിഞ്ഞ് 2018 കപ്പ് കാണുന്നത്. അത് കൽക്കട്ടയിൽ വെച്ച് ബംഗാളിനെ തോൽപ്പിച്ച്. അന്ന് കോച്ച് സദീവൻ ബാലൻ, കൊല്ലംകാരൻ തിരുവനന്തപുരംകാരൻ. പിന്നെ മറ്റേ 2022 മഞ്ചേരിയില്. അപ്പൊ മഞ്ചേരിയിലെ ബിനോ ജോർജ് കോച്ച്, ജിജോ ജോസഫ്. ഞാൻ ദേശാമേണ്ട പോസ്റ്റ് എഡിറ്ററായിരുന്നു ആദ്യം തൊട്ടേ. 1980 മുതൽ. ഞാനിപ്പോ അവിടുന്ന് റിട്ടയർ ചെയ്തല്ലോ. പക്ഷെ ഞാൻ ഫ്രീലാൻസർ ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ സന്തോഷപ്പെടെ തന്നെ ഒരു പുസ്തകം എഴുതിക്കൊണ്ട് ഇപ്പൊ തന്നെ വരും. അത് ഇവിടെ വെച്ച് തന്നെ പ്രകാശനമുണ്ട്. ഞാൻ ഒളിമ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 73 ഈ സന്തോഷ് ട്രോഫി നമ്മൾ കപ്പടിച്ച അന്ന് ആദ്യമായിട്ടാണ് കേരളം കപ്പടിച്ചത് അല്ലേ? അപ്പൊ അതിന്റെ ഒരു നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ കൂട്ടായ്മ പിന്നെ ഒരു ഇതുപോലെ ഒരു ജൂബിലി ആയിട്ട് ആഘോഷിക്കുമ്പോൾ അല്ലേ? അപ്പൊ ഈ ആഘോഷം നിങ്ങൾ കണ്ടതിൽ എന്താണ് ഇതിന്റെ ഒരു എങ്ങനെയാണ്? നമുക്ക് ഇന്നത്തെ തലമുറ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രചോദനമാണത്. ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ഇതേ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഉള്ളിനുള്ളിൽ നമ്മുടെ ലഹരി എന്നൊക്കെ പറയുന്നത് ഫുട്ബോളാണ്. ഫുട്ബോളിനോടുള്ള ആ ഒരു ഇത് കാരണമാണ് ഇവിടെ വന്നത്. കാണാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം. നമ്മള് അത്രയും പാഷനായിട്ടാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്. എല്ലാ സന്തോഷ പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടു. ഇഷ്ടം പോലെ 10-40 പ്ലേയേഴ്സ് ഇഷ്ടം പോലെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത പ്ലേയേഴ്സിനെ വരെ കണ്ടു. ഇപ്പൊ 70 പ്ലേയേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. വളരെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്.